നിർത്തുന്നു. നന്ദി. ജയ് ഭീം. ശ്രീ ഗിരീഷ് ബാബുവിനെ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നമ്മെ അഭിസംബോധന ചെയ്യുന്നത് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ നേതാക്കളിൽ ഒരാളായ ശ്രീ ഗോവിന്ദ് നായർ സാറാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഈ സന്ദർഭത്തില് ഒരു നീണ്ട പ്രസംഗത്തിന്റെ പ്രസക്തിയില്ല. നമുക്കറിയാം, സ്വാതന്ത്ര്യത്തിന്റെ 65-ാം ദിവസമായ ഇന്ന് 65-ാം സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുന്ന ഈ ദിവസം വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്ക് സമരം ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ആഗോളീകരണത്തിന്റെ ഭാഗമായിട്ട് ലോക മുതലാളിത്തത്തിന്റെ തീറ്റോരങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു ഗവൺമെന്റ് ഇതുവരെ നാം സ്വതന്ത്രമായി സഞ്ചരിച്ചിരുന്ന ഒരു പാത പിവോട്ടിയാക്കി മാറ്റിയിരിക്കുന്നു. കേവലം 200 കോടിയിൽ താഴെ രൂപ ചെലവ് ചെയ്ത് റോഡ് അല്പസ്വല്പമൊന്ന് മിനുക്കി ഇവിടെ ഒരു ടോൾ പ്ലാസ ഉണ്ടാക്കി ഭീമമായ സംഖ്യ നമ്മോട് വസൂലാക്കുകയാണ്. ഇതിനെതിരെ സമരം ചെയ്യാനുള്ള കേരളീയരുടെ നിശ്ചയദാർഢ്യമാണ് നാം ഇവിടെ കാണുന്നത്. തീർച്ചയായും നാം ഇത് അനുവദിക്കില്ല. ലോക മുതലാളിത്തം കണ്ടെത്തിയിരിക്കുന്നത് റോഡ് നല്ലൊരു വ്യവസായമാണ് എന്നാണ്. 1 രൂപ മുടക്കിയാൽ 10-12 രൂപ തിരിച്ചു പിടിക്കാവുന്ന നല്ലൊരു വ്യവസായമാണ് റോഡ് എന്ന് ലോക മുതലാളിത്തം കണ്ടെത്തുകയും അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിലകൊള്ളുകയും ചെയ്യുന്നു. ഇത് ജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ്. ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള നിലപാടാണ്. നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഹനിക്കപ്പെടുകയാണ്. നമുക്കിത് തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്നത് ഒരു പിടി മുതലാളിമാർക്ക് കിട്ടിയ സ്വാതന്ത്ര്യമാണ്. സാധാരണക്കാരൻ വീണ്ടും അടിമയായി മാറുകയാണ്. നാം സഞ്ചരിക്കുന്നതിന് ചുങ്കം കൊടുക്കണം. നാം ചികിത്സിക്കണമെങ്കിൽ വൻതുകകൾ കൊടുക്കണം. നമുക്ക് വിദ്യാഭ്യാസം വേണമെങ്കിൽ അതുപോലെ തന്നെ മുതലാളിമാർക്ക് വൻതുകകൾ കപ്പമായി കൊടുക്കണം. ഇങ്ങനെയൊരു അവസ്ഥ വരികയാണ് കേരളത്തിൽ. ഇന്ത്യയിലാകെ ഇങ്ങനെയൊരു അവസ്ഥ വരികയാണ്. ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സമരം സാർത്ഥകമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. വിജയം കണ്ടെത്തുന്നത് വരെ ഈ സമര പാതയിൽ ഉറച്ചു നിൽക്കാൻ നാം എല്ലാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരു വലിയ ആഹ്വാനത്തോടു കൂടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശ്രീ ഗോവിന്ദ് നായർ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് RSPBയുടെ സംസ്ഥാന നേതാക്കളിൽ ഒരാളായ ശ്രീ കെ. റജികുമാർ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു.